أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإنه لتنزيل رب العالمين نزل به الروح الأمين على قلبك لتكون من المنذرين بلسان عربي മുബീൻ. സല്ലല്ലാഹുൽ അലീം. സൂറത്ത് ഷുറ 192 മുതൽ 5 വരെയുള്ള ആയത്തുകൾ. വഇന്നഹു നിശ്ചയം ഇത് ലതൻസീൽ അവതരണം തന്നെയാകുന്നു, അഥവാ ഇറക്കൽ തന്നെയാകുന്നു എന്നർത്ഥം. റബ്ബിൽ ആലമീനിൻ്റെ അഥവാ ലോകരക്ഷിതാവിൻ്റെ ഇറക്കൽ തന്നെയാകുന്നു. നസല ബിഹി അതുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നു, അതുമായി ഇറങ്ങി വന്നിരിക്കുന്നു. അർ റൂഹുൽ അമീൻ വിശ്വസ്തനായ ആത്മാവ് അഥവാ പരിശുദ്ധാത്മാവ്, റൂഹുൽ ഖുദുസ് അല്ലെങ്കിൽ റൂഹുൽ അമീൻ, ഇതൊക്കെ ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ വിശേഷണങ്ങളാണ്. അലാ ഖൽബിക താങ്കളുടെ ഹൃദയത്തിനുമേൽ, ലിതകൂന താങ്കളായിത്തീരാൻ, മിനൽ മുന്തിരീൻ മുന്നറിയിപ്പുകാരിൽ പെട്ടവൻ, ബിലിസാനിൻ അറബിയിൻ മുബീൻ ബിലിസാനിൻ അറബിയിൻ അറബി ഭാഷയിൽ, മുബീൻ വ്യക്തമായ. ഈ സൂറത്തിൻ്റെ തുടക്കം തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ. എന്നിട്ട് അത് അംഗീകരിക്കാൻ കൂട്ടാക്കാത്തവരോട്, അഥവാ മക്കയിലെ മുശ്രിക്ക് നേതാക്കന്മാരോട്, അവരുടെ അതേ നിലപാട് സ്വീകരിച്ച വിവിധ സമുദായങ്ങളുടെ അല്ലെങ്കിൽ സമൂഹങ്ങളുടെ, അള്ളാഹുവിൻ്റെ റസൂലുമാരോട് എതിരിട്ട് നിന്ന വിവിധ സമൂഹങ്ങളുടെ പര്യവസാനവും അവരുടെ ഗതിയും ഒക്കെ വിവരിച്ചു. ഓരോന്ന് വിവരിച്ച് കഴിയുമ്പോഴും ഇന്ന ഫീ ദാലിക ലആയത്തൻ വമാ കാന അക്സറുഹും മുഅ്മിനീൻ വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഇനി അതേ ആളുകളോട് വീണ്ടും പറയുകയാണ് ആ വാചകം. തിൽക ആയാത്തുൽ കിതാബിൽ മുബീൻ എന്ന് പറയുന്നതിന് പകരം വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. അതെന്തിനാണ് പറയുന്നത്? മുകളിൽ പറഞ്ഞതുപോലെ അൽ അസീസും അർ റഹീമുമായ റബ്ബുൽ ആലമീൻ ഇറക്കിയതാണിത്. അഥവാ ഇതാരോ പറഞ്ഞതോ എവിടുന്നോ കേട്ടതോ ഓതിക്കൊടുത്തതോ അല്ല. നിങ്ങൾ അംഗീകരിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് തന്നെയാണ് ഇതും. മുമ്പ് മൂസാ നബിക്ക് അങ്ങനെ ഓരോ നബിമാർക്കും ഇറക്കിക്കൊടുത്ത കഥ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇറക്കിക്കൊടുത്തത് തന്നെയാണ് പരിശുദ്ധ ഖുർആനും എന്നർത്ഥം. വഇന്നഹു എന്ന് പറഞ്ഞാൽ ഖുർആൻ തന്നെയാണ് പറയുന്നത്. റബ്ബുൽ ആലമീനിൻ്റെ ഇറക്കലാണ്, അഥവാ റബ്ബുൽ ആലമീനിൻ്റെ കലാമാണ്. പിന്നെ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? നസല ബിഹി റൂഹുൽ അമീൻ. ജിബ്രീൽ അലൈഹിസ്സലാമാണ് കൊണ്ടുവന്നിരിക്കുന്നത്, അങ്ങനെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ വിശേഷണം പറയുകയാണ്. അൽ അമീനായ ഒരാത്മാവ് എന്നാണ്. ആത്മാവ് എന്ന് പറയാൻ കാരണം ഭൗതിക അല്ലെങ്കിൽ ശരീരമുള്ള രൂപമല്ല മലക്കുകൾക്കുള്ളത്. അതുകൊണ്ടാണ് റൂഹ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ആ റൂഹിൻ്റെ പ്രത്യേകത എന്താണ്? അതിൽ അദ്ദേഹം വിശ്വസ്തനാണ്. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് വേറെയും കാണാം. ഉദാഹരണമായിട്ട് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മക്കീൻ മുതാഇൻ സമ്മ അമീൻ. ഇത് മാന്യനായൊരു ദൂതൻ്റെ വചനമാണ്. അദ്ദേഹം നല്ല ശക്തനും അർശിൻ്റെ ഉടമയുടെ അടുത്ത്
സ്ഥാനമുള്ളവനുമാണ്. അതുപോലെ അനുസരിക്കപ്പെടുന്നവനും വിശ്വസ്തനുമാണ്. ഇങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കുറിച്ച് പല പ്രയോഗങ്ങളും പരിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. പറയുന്നത് മുഹമ്മദിനെ ഏതോ ചെകുത്താൻ വന്ന് എഴുതി കൊടുക്കുന്നതാണ് എന്നൊക്കെയുള്ള ആരോപണം അവർ പറഞ്ഞിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പോൾ സൂറത്തുൽ കഹ്ഫ് ചോദിച്ചിട്ട് നാളെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് 15 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഉമ്മു ജമീല അഥവാ അബൂ ലഹബിൻ്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, എന്താടോ നിൻ്റെ ചെകുത്താൻ പോയോ എന്ന്. അങ്ങനെ ഏതോ ചെകുത്താൻ ഓതിക്കൊടുക്കുന്നതാണ് എന്നാണ്. അങ്ങനെ ആരോ പറഞ്ഞതല്ല. പകരം ഇത് അള്ളാഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചത് റൂഹുൽ അമീനാണ്, അഥവാ പരിശുദ്ധാത്മാവായ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? നമ്മളൊരു ഡോക്യുമെൻ്റ് പരിശോധിക്കുമ്പോൾ ഇത് ആരയച്ച കത്താണ്, ഇത് ആര് വഴിയാണ് ഇവിടെ എത്തിയത്, ബൈ പോസ്റ്റാണോ, ബൈ രജിസ്ട്രേഡ് പോസ്റ്റാണോ, ബൈ ഹാൻഡാണോ, എങ്കിൽ അത് വന്ന വഴി വിശ്വസിക്കാമോ, അത് വേറെ എവിടുന്നെങ്കിലും വല്ലതും കയറിക്കൂടിയിട്ടുണ്ടോ, ഇതൊക്കെ നമ്മൾ പരിശോധിക്കാറുണ്ടല്ലോ. എന്നതുപോലെ പരിശുദ്ധമാണ്. അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് പോന്നിട്ട് റസൂലിൻ്റെ അടുത്ത് എത്തുന്നതിൻ്റെ ഇടക്ക് ആരും അതിൽ ഇടപെട്ടിട്ടില്ല. ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹറൂൻ, പരിശുദ്ധരല്ലാതെ അതിനെ തൊടുകയില്ല എന്ന് അള്ളാഹു തന്നെ പറഞ്ഞത് കാണാൻ കഴിയുമല്ലോ. അങ്ങനെ ഖുർആനിൻ്റെ പരിശുദ്ധി, അതിൻ്റെ ഉത്ഭവം അള്ളാഹുവിൽ നിന്നാണ്. അതിൻ്റെ വിതരണം അല്ലെങ്കിൽ അത് വന്ന വഴി വിശ്വസ്തനായ മാലാഖ മുഖേനയാണ്. അലാ കൽബിക്ക ഇതിറക്കിയത് താങ്കളുടെ ഹൃദയത്തിലേക്കാണ്. ലിതകൂന മിനൽ മുന്തിരീൻ, താങ്കൾ മുന്നറിയിപ്പുകാരനാകാൻ. അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഓതി പഠിപ്പിക്കുകയായിരുന്നില്ല. പകരം പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹിൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് നമ്മുടെ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യുകയായിരുന്നു. ഡൗൺലോഡ്, ഇൻസ്റ്റാൾ. ഇത് നമുക്ക് വേഗം മനസ്സിലാകുന്നൊരു ഭാഷയാണ്. പൗരാണികർക്ക് അത്ര തിരിയില്ല, നമുക്കിപ്പോൾ അത് തിരിയുമല്ലോ. എന്നതുപോലെ റസൂലുള്ളാഹിൻ്റെ കൽബിൽ ഇൻസ്റ്റാൾ ചെയ്യുകയായിരുന്നു, അല്ലാതെ ഇങ്ങനെ ഓതി പഠിക്കുകയായിരുന്നില്ല. നമ്മളെ ജന്മനാ തന്നെ പല ഇൽമുകളും ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണല്ലോ അള്ളാഹു തആല മനുഷ്യനെ ഭൂലോകത്തേക്ക് പറഞ്ഞു വച്ചിട്ടുള്ളത്. പ്രസവിച്ച ഉടനെ തന്നെ ഒന്നുമറിയാത്ത കുഞ്ഞിന് പാല് കുടിക്കാൻ അറിയാം. അതാരാണ് പഠിപ്പിച്ചു കൊടുത്തത്? ഏതോ ബാക്കി പലതും കണ്ടും കേട്ടുമൊക്കെ പഠിക്കുകയാണ്. കുട്ടി സംസാരിക്കാൻ തുടങ്ങും മാതാവിൻ്റെ സംസാരം കേട്ടിട്ട്. അതുകൊണ്ടാണ് മാതൃഭാഷ, മലയാളിയുടെ കുട്ടി മലയാളിയാകുന്നത്. ഇങ്ങനെ കേട്ട് പഠിക്കുക, പലതും കണ്ടു പഠിക്കുകയാണ്. എന്നാൽ പാല് കുടിക്കാൻ കണ്ടും കേട്ടൊന്നും പഠിച്ചതല്ല, ആ ഇൽമു ഉള്ളിലുണ്ട്. എന്നതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് കയറ്റിയതാണ് പരിശുദ്ധ ഖുർആൻ. അതിനാണ് നമ്മൾ ഡൗൺലോഡ്, ഇൻസ്റ്റാൾ എന്ന് മനസ്സിലാക്കുന്നത്. ഹൃദയത്തിലേക്ക് നേരിട്ടാണ്. എന്തിനാണ് റസൂലുള്ളാഹിൻ്റെ ഹൃദയത്തിലേക്ക് അത് കൊടുത്തത്? റസൂലുള്ളാഹിനെ ഒരു കവി, സാഹിത്യകാരൻ, മഹാൻ ചിന്തകൻ അതിനാക്കാനല്ല. ഇത് ആളുകൾക്ക് ഇത് വെച്ച് മുന്നറിയിപ്പ് നൽകുന്നവനാകണം താങ്കൾ, അതിനു വേണ്ടിയിട്ടാണ്. അഥവാ മനുഷ്യർക്കിത് ഇതനുസരിച്ച് അവർക്ക് അറിയിപ്പ് കൊടുക്കണം. മുന്തിരീനാണ്. അഥവാ ഇങ്ങനെയാണ് തോന്നുന്നത്, ഇതാണ് നല്ലതെന്ന് തോന്നുന്നു, ഇതൊന്നൊന്ന് വായിച്ചു നോക്കൂ, ഇങ്ങനെയുള്ള പരിപാടിയല്ല. നേരത്തെ നമ്മൾ പല തവണ പറഞ്ഞതുപോലെ റസൂലുള്ളാഹിയുടെ പ്രത്യേകതയാണ് ബഷീറും നദീറുമായിരിക്കുക എന്നത്. നിഗമനം പറയുകയല്ല, ഞാൻ പറഞ്ഞതുപോലെ അംഗീകരിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ കുടുങ്ങും. ഇത് കൃത്യം വിവരമാണ്, അതിലൊരു കോംപ്രമൈസും ഇല്ല, മറിച്ചൊരു സാധ്യതക്കുള്ള സൂചന പോലുമില്ല. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണെന്നൊന്നുമല്ല പറയുന്നത്. അങ്ങനെ താങ്കൾ ഒരു മുന്നറിയിപ്പുകാരനാകാനാണ് ഇത് താങ്കളുടെ ഹൃദയത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തന്നിരിക്കുന്നത്. ബിലിസാനിൻ അറബിയിൻ മുബീൻ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണ്? അള്ളാഹു ആണ് ഇറക്കിയത്, പോന്നത് ജിബ്രീലിലൂടെയാണ്, എത്തിയത് കൽബിലേക്കാണ്. അത് എത്തിച്ചത് ഇന്ന ആവശ്യത്തിനാണ്. പിന്നെ അത് ഇറക്കിയത് ബിലിസാനിൻ അറബിയിൻ മുബീൻ. ബി എന്ന് പറഞ്ഞാൽ നസല ബിലിസാനിൻ അറബിയിൻ മുബീൻ എന്നാണ് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. പിന്നെ
നസല അല്ല, നസ്സല ബി ലിസാനിൻ അറബിയിൻ മുബീൻ. അള്ളാഹു താല ഇത് ഇറക്കിയിട്ടുള്ളത് വ്യക്തമായ അറബി ഭാഷയിലാണ്. വേറെ ചില പണ്ഡിതന്മാർ തെക്കൂന മിനൽ മുന്തിരീന ബി ലിസാനിൻ അറബി, താങ്കൾ ശുദ്ധമായ അറബി ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്നവനാകാനാണ് താങ്കളുടെ ഹൃദയത്തിലേക്ക് ഇത് ഇറക്കിയിരിക്കുന്നത് എന്നും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. രണ്ടും സംഗതി ഒന്ന് തന്നെയാണ്, രണ്ടും പറയാവുന്ന തരത്തിലാണ് അള്ളാഹു താല അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അഥവാ വ്യക്തമായ അറബി ഭാഷയിലാകുന്നത് എന്തിനാണ്? നേരത്തെ ഖുർആനിൽ വന്നിട്ടുണ്ട്, അജമിയുൻ വ അറബിയുൻ. അനറബിയിലുള്ള കിതാബായിരുന്നെങ്കിൽ അറബിയായ നബിയും എന്നിട്ട് പിന്നെ അനറബിയായ കിതാബുമോ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ പിന്നെ അനറബിയിലാണെങ്കിൽ അതിൻ്റെ പരിഭാഷ വേണ്ടി വരും. ഇതെന്താ അറബിയിൽ വന്നത് എന്നൊരു ആലോചന അവിടെ ഉണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇതുവരെ കേട്ട് പരിചയമുള്ള വേദങ്ങളൊക്കെ ഈ ഹീബ്രുവിൽ അതിലൊക്കെയാണ് ഉള്ളത്. നമ്മളെ നാട്ടിൽ വേദഭാഷ എന്ന് പറഞ്ഞാൽ സംസ്കൃതമാണെന്നുള്ളൊരു ധാരണ ഉള്ളതുപോലെ അവിടെ അറബിയിൽ യഥാർത്ഥത്തിൽ ഈ മുൻകഴിഞ്ഞ വേദങ്ങളൊന്നും പിന്നെ ഹീബ്രുവിലൊന്നുമല്ല, അരമായ ഭാഷയിലാണ്. ഈസാ നബി ഒക്കെ സംസാരിച്ചത് അരമായ ഭാഷയാണ്. ആ ഭാഷ അറിയുന്ന ഒരാൾ പോലും ഇപ്പോൾ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. ഇപ്പോൾ ഉള്ളത് അതിൻ്റെ പരിഭാഷകളുടെ ഒക്കെ അംശങ്ങളാണ് ഉള്ളത്. എന്നാൽ പരിശുദ്ധ ഖുർആൻ അങ്ങനെയല്ല. അത് സ്ഫുടമായ അറബി ഭാഷ തന്നെ ജീവൻ വച്ച് ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഭാഷയായി മാറിയത് ഖുർആൻ അതിൽ വന്നതുകൊണ്ടുകൂടിയാണ്. എന്ന് മാത്രമല്ല, ഖുർആനിക ആശയങ്ങളെ വഹിക്കാൻ കഴിവുള്ള പദസമ്പത്തും അതുപോലെ ഭാഷാപരമായ മേന്മയും ഒക്കെ ഉള്ളത് അറബിക്കാണ്. അത് ഇപ്പോൾ മാത്രമല്ല, ഖുർആൻ ഇറങ്ങുന്ന കാലത്തെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പിന്നെ വായിക്കാൻ കഴിഞ്ഞൊരു കാര്യം സത്യമാണോ എന്ന് പരിശോധിക്കേണ്ടതാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പദസമ്പത്തുള്ള ഭാഷ 1,26,00,000 വാക്കുകളുള്ള അറബിയാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് ഇംഗ്ലീഷാണ്. അതിലാകെയുള്ളത് 26,00,000 വാക്കുകളാണ്. അപ്പോൾ പിന്നെ ബാക്കി ഭാഷകളുടെ കാര്യം പറയാനല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പദസമ്പത്ത് നമ്മൾ സാധാരണ കാണുന്നുണ്ട്. ഇപ്പോൾ ഫഅല എന്നുള്ളൊരു വാക്കിൽ നിന്ന് എത്ര പദങ്ങളുണ്ടാക്കാം. അതുപോലെ തന്നെ ഒരേ സാധനത്തിന് അതിൻ്റെ വ്യത്യസ്ത സ്വഭാവമനുസരിച്ച് എത്ര വാക്കുകളാണുള്ളത്. ഒട്ടകത്തിൻ്റെ കുട്ടിക്കൊരു വാക്ക്, അത് 1 വയസ്സായാൽ വേറൊരു വാക്ക്, 2 വയസ്സാകുമ്പോൾ വേറൊരു വാക്ക്, ആണൊട്ടകത്തിനൊരു വാക്ക്, പെണ്ണൊട്ടകത്തിന് വേറൊരു വാക്ക്, ഇങ്ങനെ കണ്ടമാനം വാക്കുകളുണ്ട്. നമുക്കെല്ലാറ്റിനും കൂടി മലയാളത്തിലൊരു ഒട്ടകമേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് വാക്കുകൾക്ക് ആ പരിമിതി കാണാൻ കഴിയും. എന്നാൽ എല്ലാറ്റിനും സ്വന്തമായി വാക്കുകളുള്ള, അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന, അങ്ങനെ പച്ച മലയാളത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞതുപോലെ പച്ച അറബിയിൽ, വ്യക്തമായ അറബിയിൽ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ, അല്ലെങ്കിൽ വ്യക്തമായ അറബിയിൽ താങ്കളുടെ ഹൃദയത്തിലേക്ക് ഇത് ഇറക്കിയിരിക്കുന്നു എന്നാണ് ബിലിസാനിൻ അറബിയിൻ മുബീൻ എന്ന് പറയുന്നതിൻ്റെ വിവക്ഷ. അങ്ങനെ അറബിയിലാക്കുന്നത്, മുന്നറിയിപ്പ് നൽകുന്നതും ഒക്കെ അറബിയിലാകുന്നത് എന്തിനാണ്? അത് ഒന്ന് നന്നായി മനസ്സിലാകാൻ, 2 ഇത് വേറെ എവിടുന്നോ കേട്ട് പകർത്തിയതാണ്, അല്ലെങ്കിൽ പരിഭാഷ വേണ്ടി വരാതിരിക്കാൻ. അഥവാ അറബിയായ നബി അറേബ്യയുടെ കേന്ദ്രസ്ഥാനത്ത് ഉമ്മുൽ ഖുറയിൽ അവർ സംസാരിക്കുന്ന ഭാഷയിൽ വ്യക്തമായി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ആ ഭാഷയും ശൈലിയും കേട്ടാൽ തന്നെ മനസ്സിലാകും ഇത് അള്ളാഹു ഇറക്കിയതാണെന്ന്. പിന്നെ ഇവർ മനസ്സിലാകാത്തവർ അവിടെ ഉണ്ടാകുകയില്ല. അവരിലൂടെ വേണം ബാക്കി ലോകത്തേക്ക്, അവരാണ് ഉമ്മത്തും വസത്ത്, നടുവിലുള്ള സമൂഹം, കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ഇടയിൽ, പാശ്ചാത്യനോ പൗരസ്ത്യനോ അല്ലാത്ത ആളുകൾ, റോമ സാമ്രാജ്യത്തോടും പേർഷ്യൻ സാമ്രാജ്യത്തോടും ബന്ധമുള്ളവർ, കിഴക്കും ചൈനക്കാരോടും യൂറോപ്യന്മാരോടും ബന്ധമുള്ളവർ, എല്ലാവർക്കും വിശ്വസ്തരായ ആളുകൾ, അറബികൾ, അങ്ങനെ ലോകത്തിനെ മൊത്തം കണക്റ്റ് ചെയ്യുന്ന ഒരു ജനതയാണെന്ന് അറബികളെന്ന് പറയുന്നത്. അവരെ എല്ലാവരും വിശ്വാസത്തിലെടുക്കും. അതേസമയത്ത് റോമക്കാർ പറഞ്ഞാൽ പേർഷ്യക്കാർ വിശ്വസിക്കില്ല, അംഗീകരിക്കില്ല. പേർഷ്യക്കാർ പറഞ്ഞാൽ റോമക്കാർ അംഗീകരിക്കില്ല. ഇവർ രണ്ടു കൂട്ടർ പറഞ്ഞാലും ചൈനക്കാർ അംഗീകരിക്കില്ല. അതേസമയത്ത് അറബികൾ പറഞ്ഞാൽ എല്ലാവരും അംഗീകരിക്കും. അതിൻ്റെ തെളിവുകൾ നമുക്ക് കൂടെ കാണാം. ഉദാഹരണമായിട്ട് പിന്നെ ഇപ്പോൾ തമറുൽ ഹിന്ദ് ആണ്. തമറുൽ ഹിന്ദാണ് ടാമറിൻഡ് അഥവാ വാളംപുളി. ഈ പുളി ടാമറിൻഡ് ആയത് എങ്ങനെയാണ്? ഇന്ത്യയിലെ കാരക്കാന്ന് പറഞ്ഞിട്ടാണ് അറബികൾ അതിനെ പിന്നെ യൂറോപ്പിൽ പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് തമറുൽ ഹിന്ദ് എന്നാണ് അറബികൾ വിളിച്ചത്. അതാണ് ടാമറിൻഡ് എന്നുള്ള വാക്കാവുന്നത്. യൂറോപ്പിലെ ഗ്രീക്കിലെ മരുന്നാണ് യുനാനി.
പക്ഷെ അത് അറിയപ്പെടുന്നത് അറബികളുടെയും മുസ്ലിങ്ങളുടെയും പേരിലാണ്. കാരണം ലോകത്തത് പ്രചരിപ്പിച്ചത് വിശ്വസ്തരായ അറബികളാണ്. അറബികളെ വിശ്വാസമായതുകൊണ്ട് ഗ്രീക്കുകാർ കൊടുത്ത മരുന്ന് ചൈനക്കാർ വാങ്ങി കുടിച്ചു, അല്ലെങ്കിൽ ഇന്ത്യക്കാർ വാങ്ങി കുടിച്ചു. ഇങ്ങനെ ഭൂഖണ്ഡങ്ങൾക്കിടക്ക് കണക്റ്റ് ചെയ്യുന്ന ആളുകൾ, അവരെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സന്ദേശം ഏൽപ്പിച്ചാൽ അത് ലോകത്തുടനീളം വേഗം പരക്കും. അതിനെന്ത് വേണം? അവർക്ക് ഒട്ടും അവ്യക്തതയില്ലാതെ ഒരു പരിഭാഷയും വേണ്ടി വരാതെ നേർക്കുനേരെ ഇത് മനസ്സിലാകണം. അതിനെന്ത് വേണം? അതിന് നബി അവരുടെ കൂട്ടത്തിലാകണം, സംസാരിക്കുന്നത് അവരുടെ ഭാഷയാകണം, കിതാബ് അവരുടെ ഭാഷയിലാകണം, ഇറങ്ങുന്നത് അവരുടെ കേന്ദ്രത്തിലാകണം. ഇതൊക്കെയാണ് ബിലിസാനിൻ അറബിയിൻ മുബീൻ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. അതുകൊണ്ട് ഒരകൽച്ചയും, അത് ഞങ്ങളും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഞങ്ങളവിടെ ഒരാളങ്ങനെ വേറെ എന്തോ പറയുന്നുണ്ട്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്നൊന്നും പറയാവുന്ന അകൽച്ച ഉണ്ടാകരുത് എന്ന് ചുരുക്കം. അതാണ് ബിലിസാനിൻ അറബിയിൻ മുബീൻ. അങ്ങനെ ഖുർആനിനെ കുറിച്ചാണ് ഈ സൂറത്ത് തുടങ്ങിയത്. അവസാന ഭാഗത്തേക്ക് കടക്കുമ്പോൾ ചരിത്രങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം അതേ കാര്യം തന്നെ വീണ്ടും വിശദീകരിക്കുകയാണ്. അതിൻ്റെ ബാക്കിയുണ്ട് അടുത്ത ആയത്തുകളിൽ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദറാ അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.